പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ സ്ഥലം സിറാത്ത് പാലം. ഏറ്റവും ഭയാനകമാണ്. അതിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ വരെ അള്ളാഹുവിനോട് സദാസമയവും എല്ലാ ദിവസവും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവരുമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഇഖ്ലാസ് അയാൾ വിചാരിച്ചതുപോലെ ആവില്ല. അള്ളാഹിൻ്റെ അടുക്കലുള്ള ഹഖീഖത്ത് രക്ഷപ്പെടൽ മുഖ്ലിസ് മാത്രം. മുഖ്ലിസ് മാത്രമേ രക്ഷപ്പെടുള്ളൂ. പരീക്ഷണം എല്ലാവർക്കും ഉണ്ടാവും ചെയ്യും. സിറാത്തിൻ്റെ അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആർക്കുണ്ടാവും? മുഅ്മിനീങ്ങൾക്ക് പോലും ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് പോലും അവർക്ക് സിറാത്തിൽ പരീക്ഷണം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് അതായത് അതിനേക്കാൾ ഭയാനകമായ ഒന്നുമില്ല. അത്രയും ഭയാനകമാണ്. ഞാൻ എൻ്റെ ആയുസ്സിൽ പരലോകത്തെ പറ്റി പഠിച്ച കൂട്ടത്തിൽ സിറാത്തിനേക്കാൾ ഭയാനകമായൊരു സംഗതിയും പഠിച്ചിട്ടില്ല. റബ്ബി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളതിനു വേണ്ടി ദുആ ചെയ്യണം. പിന്നെ പ്രത്യക്ഷത്തിൽ ഉണ്ടാകാവുന്നതും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതുമായ കാര്യത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു സാമ്പിൾ മാത്രമാണ് ഈ ക്ലാസ്. ഇന്നും നടക്കുന്ന ക്ലാസ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു മാസം സിറാത്ത് പാലം എന്ന വിഷയം വെച്ച് സംസാരിക്കണം. അത്രയും വിഷയങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഞാനിതിൽ അങ്ങനത്തെ ഒരു തൗഫീഖ് ഉണ്ടായാൽ അപ്പം നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് അത്യാവശ്യമായ ചില കാര്യമാണ്. ബഹുമാനപ്പെട്ട സ്വഹാബിയായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ വാക്ക് ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുകയാണ്. ഇമാം മുസ്ലിമും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ അബൂ സഈദ് പറയുന്നത്? റളിയല്ലാഹു അൻഹു പ്രഗൽഭ സ്വഹാബിയാണ്, നമുക്കൊക്കെ അറിയാം. ബലഗനി അന്നൽ ജിസ്റ, സിറാത്ത് പാലം അദഖു മിന ശഅരി, അത് മുടിയേക്കാൾ നേർമയാണ്. വഅഹദ് മിന സൈഫി, വാളിനേക്കാൾ മൂർച്ചയുമാണ് എന്ന് എനിക്ക് പുണ്യ റസൂലിൽ നിന്ന് വിവരം കിട്ടി. പരലോകത്തെക്കുറിച്ച് ഏതൊരു വാക്ക് ഒരു സ്വഹാബി പറഞ്ഞാലും ഉറപ്പിക്കണം അത് റസൂൽ പറഞ്ഞതാണ്. എന്തുകൊണ്ട്? പരലോകത്തിൻ്റെ കാര്യത്തിൽ ഇജ്തിഹാദ് നടക്കൂല, തിരിഞ്ഞില്ല. അതായത് ഗവേഷണം നടക്കാത്ത ഒരൊറ്റ വിഷയം പരലോകത്ത് ഗവേഷണം നടക്കൂല. കാരണം പൂർണ്ണമായ ഗൈബ, എല്ലാം ഗൈബ. ഇപ്പോൾ ഒരു ആയത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞാൽ അതിൽ ഗവേഷണം നടക്കും. ദുനിയാവിൽ ചെയ്യേണ്ട അമാലാണ്, അതിലൊക്കെ ഗവേഷണം നടക്കും. പരലോകത്ത് ഗവേഷണമേ ഇല്ല. എന്താണോ നബി പറഞ്ഞത് അതന്നെ, അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്വർഗത്തിലെ എല്ലാ മരങ്ങളും സ്വർണ്ണമാണ്, അതിലെല്ലാം കായുണ്ട്. ആ കായിൻ്റെ രസം അനുഭവിച്ചാൽ തീരൂല. ഒരു പഴം കഴിച്ചിട്ട് അതേ വൃക്ഷത്തിൻ്റെ മറ്റൊരു പഴം കഴിക്കുകയാണെങ്കിൽ അതിനേക്കാൾ രസദായകമായിരിക്കും അടുത്ത പഴം. വസാഖുഹാമിൻ ദഹബിൻ, അതൊക്കെ എന്താണേനും മരമൊക്കെ എന്താണേനും സ്വർണ്ണാണ്. ഇനി ഇതിലെന്ത് ചിന്തിയാതാ? നമ്മളെ ഹോട്ടലുകളെയും വലിയ വലിയ സ്ഥാപനങ്ങളെ, വലിയ കച്ചവട സ്ഥാപനത്തിനൊക്കെ മുന്നിൽ നമ്മളെ നാട്ടിൽ എന്തും ചെയ്യുന്നറിയോ? പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഈത്തപ്പന ഉണ്ടാക്കി വെക്കും. ഒക്കെ നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണാം. പ്ലാസ്റ്റിക്കിൻ്റെ ഈത്തപ്പന, തെങ്ങ് കണ്ടിട്ടില്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ ആനക്കുട്ടി. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആനക്കുട്ടി പ്രസവിക്കുന്ന എന്നാൽ അത് വിശ്വസിക്കാൻ പറ്റൂ? പ്ലാസ്റ്റിക്കിൻ്റെ ഈത്തപ്പനമ്മ കായ ഉണ്ടാകുന്ന ഒരാൾ അംഗീകരിക്കുമോ? മാമിന് ഷജരി മിൻ ഷജറാത്തിൽ ജന്ന ഇല്ലാ വസഖുഹാ മിൻ ദഹബ്. സ്വർണത്തിൻ്റെ മരമല്ലാത്ത ഒരു മരവും സ്വർഗത്തിലില്ല. എല്ലാ മരവും സ്വർണ്ണം, എല്ലാ മരവും സ്വർണ്ണം. ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറത്തൻ ലാ യുജാവിസുഹാ ജവാദുൻ മിഅത ആമിൻ ലാ യുജാവിസുഹാ ജവാദുൻ മിഅത ആമിൻ. 100 കൊല്ലം ഒരു കുതിര ഓട്ടക്കാരന് കുതിര ഓടിച്ചാലും മുറിച്ച് കിടക്കാൻ കഴിയാത്ത ഒരു മരവും ആ കൂട്ടത്തിലുണ്ട്. ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ, ഒരു മരമുണ്ട്. ആ മരത്തിനെ മറികടക്കാൻ അവിടെ അങ്ങോട്ട് ഓടിച്ച് തീർക്കാൻ കഴിയില്ല. വലിയൊരു കുതിര ഓട്ടക്കാരന് മിഅത ആമിൻ, 100 കൊല്ലം. മനസ്സിലായില്ല? ഒരു 100 കൊല്ലം നിപുണനായൊരു കുതിര ഓട്ടക്കാരൻ ഇതിൻ്റെ പരിസരത്ത് കുതിര ഓടിക്കുകയാണെങ്കിൽ പോലും അവൻ ആ മരത്തെ മുറിച്ച് അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. അത്രയും വലിയ മരം.
വസാഖുഹാ മിൻ ദഹബിൻ, അതും സ്വർണം തന്നെയാണ്. ഇതിനെന്ത് ഗവേഷണം? ഇതിനെന്ത് അപ്പുറം പറയാൻ കഴിയില്ല, അപ്പുറം പറയാൻ കഴിയില്ല. മുരട് മാത്രമാണ് സ്വർണം, അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളിയാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നബി പറഞ്ഞതേ നടക്കുള്ളൂ. ഇത് പിന്നെ ഗവേഷണമില്ല. അതിൽ സ്വഹാബികൾ ഇത്തരം വിഷയങ്ങളിൽ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസുകളെല്ലാം റസൂല പറഞ്ഞ സ്ഥാനത്താണ്. എന്തുകൊണ്ട്? റസൂല പറയാതെ സ്വന്തം ഗവേഷണം കൊണ്ട് അങ്ങനെ ഒരു വാക്ക് അവർക്ക് പറയാൻ കഴിയില്ല. അവരൊക്കെ നീതിമാന്മാരാണോ? നേരെ പറയുന്നു. അന്നൽ ജിസ്ര, ഈ പാലം, അതൊക്കെ ഷാരി, അത് മുടിയേക്കാൾ നേർമയാണ്. അടുത്ത മുടിയെന്നല്ല, മുടിയാണെന്നല്ല. വാഹദ് മിന സൈഫി, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതിനകത്ത് വാളാണെന്നല്ല, മുടിയാണെന്നല്ല. ഇതങ്ങനെയാണ് ഉണ്ടാക്കുന്നത് റബ്ബാണ്. എന്താണ് ആ മെറ്റീരിയൽ അറിയൂല. ചില മെറ്റീരിയൽ അറിയൂല. സ്വർഗത്തിൽ ചില പാത്രങ്ങളുണ്ട്, അത് വെള്ളിയുടെ പാത്രങ്ങളാണ്. എന്നാൽ അത് സ്ഫടികയിരിക്കും. ഖറൂറത്തുൻ മിൻ ഫിദ്ദത്തിൻ, അത് സ്ഫടികപത്രമാണ്. എന്തിൻ്റെ? വെള്ളിയുടെ. സ്വഹാബികൾ ചോദിച്ചു, അതെങ്ങനെ ഉണ്ടാവുക? അത് അവിടെ പറയാൻ പറ്റുള്ളൂ, അതവിടെയുള്ളൂ, ഇവിടെ നിങ്ങൾക്ക് അനുദാഹരണമില്ല. മനസ്സിലായില്ല? സ്ഫടികം എന്ന് പറഞ്ഞാൽ പുറത്ത് നോക്കിയാൽ ഉള്ളു കാണാനല്ലേ. അതേസമയത്ത് വെള്ളി ഒരു മെറ്റീരിയലാണല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ മെറ്റീരിയലിൻ്റെ പുറത്ത് നിന്ന് നോക്കിയാൽ ഈ വെള്ളി പാത്രത്തിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുമോ? പറ്റില്ലല്ലോ. അത് പളുങ്കിൻ്റെ പ്രത്യേകതയാണ്. പളുങ്ക് പാത്രത്തിലിട്ട ഒരു സാധനത്തെ പുറത്ത് നോക്കിയാൽ ഉള്ളിലുള്ളത് കാണാൻ കഴിയും. അതേസമയത്ത് സ്വർഗത്തിലൊരു പാത്രമുണ്ട്, അതെന്തിന് പാത്രം? വെള്ളിൻ്റെ പാത്രമാണ്. അത് പഠിക്കുവാണ്. കൈഫിയ റസൂലല്ലാഹ്, ഇല്ല, അത് പറയാൻ കഴിയില്ല. അതിന് ഉദാഹരണം ഭൂമിയിൽ നൽകപ്പെട്ടിട്ടില്ല. അപ്പം അതിലൊരു ഗവേഷണം നടക്കൂല, ഒന്നും നടക്കൂല. പരലോകം എന്ന വിഷയത്തിൽ അമ്പിയാക്കൾ പറഞ്ഞതിനപ്പുറം ഒരു ഗവേഷണം നടക്കൂല, നടക്കുകയില്ല, ഒന്നും നടക്കൂല. അവർ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കണം. ഖബറിൽ ചോദ്യമുണ്ട്. അപ്പം നമ്മൾ ചോദിക്കണം, എന്തിനാ ഖബറിലൊരു ചോദ്യം? ഏതായാലും മനുഷ്യരുടെ ചോദ്യമല്ലേ, പിന്നെ എന്തിനാ ഖബറിലൊരു ചോദ്യം? ഉണ്ട്. അത് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബികൾ അത് ലോകത്തിന് വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ആക്ഷേപിക്കുന്നവർക്ക് അത് ലോകപ്രമർദ്ദനമല്ലേ, അവിടെ കിടക്കണോടത്ത് തല്ലാൻ പാടുണ്ടോ? ഇതിനൊന്നും ന്യായങ്ങളില്ല, അതിലൊന്നും ന്യായമില്ല, ഒന്നിലുമില്ല. അതാണ് ഇവിടുന്ന് ഇറങ്ങിയാൽ ഒരു കാര്യത്തിൽ ഒരു ഗവേഷണമില്ല. അതെന്താണോ കിട്ടിയത്, അത് ഷാഫി ഇമാമിന് കിട്ടിയ ഹനഫി ഇമാമിന് അവരൊക്കെ അത് അങ്ങനെ തന്നെ പറഞ്ഞു. ഒരു ഗവേഷണം നടത്തിയില്ല. എന്തുകൊണ്ട്? ഒരു ഗവേഷണം നടത്താൻ പറ്റൂല, ഒന്നും പറ്റൂല. ഈ ഭൂമിക്ക് മുകളിലുള്ള മസലകളിൽ ഗവേഷണം നടത്തിയ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അയിമ്മത്ത് പരലോകത്തിൻ്റെ കാര്യത്തിൽ ഗവേഷണേ നടത്തിയിട്ടില്ല, അത് നടക്കൂല. ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുമാ, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയാ. അവർ ഉബൈദ് ബിൻ ഉമൈറിനെ തൊട്ട് പറയാണ്, പ്രഗൽഭ സ്വഹാബിയാണ്, അവരൊക്കെ സ്വഹാബികളാണ്. അവർ പറയാണ്, എന്ത്? അന്ന സിറാത്ത് പാലം മിസ്ല സൈഫി, വാള് പോലെയാണ്, അലാ ജസ്രി ജഹന്നം. വഅന്നൽ ജംബതൈഹി, അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമുണ്ട്, കലാലീബു, കൊക്കകളുണ്ട്, വഹസ്കൻ, മുള്ളുകളുമുണ്ട്. സിറാത്ത് പാലത്തിൻ്റെ രണ്ട് സൈഡിലും കൊക്കകളുമുണ്ട്, മുള്ളുകളുമുണ്ട്. ഇതേ സിറാത്ത് പാലം സാധാരണ. എന്നാൽ ഇതെന്തിനേക്കാൾ നേർമയാണ്? മുടിയേക്കാൾ. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്? കൊക്കകളുണ്ട്, കലാലീബ്, കൊക്കകൾ, വഹസ്കൻ, മുള്ളുകളുമുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹു ലയൂഖദു ബിൽ കലൂബിൽ വാഹിദി അക്സറ മിൻ റബീഅത വമുദറ. ഒരൊറ്റ കലാലീബിൽ കുടുങ്ങും. വഇന്നഹു ലയൂഖദു ബിൽ കലൂബി, ഒരു കൊക്ക കൊണ്ട് പിടിക്കപ്പെടും. അക്സറ മിൻ റബീഅത്ത് ഗോത്രത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ, മുദർ ഗോത്രത്തിലുള്ളതിനേക്കാളും. അതായത് റബീഅത്ത്, മുദർ ഗോത്രങ്ങളാണ് അക്കാലത്ത് എത്രയോ ആളുകളുള്ളത്. ചില തറവാട്ടുകാരുണ്ടാവില്ലേ, ഇങ്ങനെ 10,000 തറവാട്ടുകാരില്ലേ? അക്കാലത്ത് അറബ് ലോകത്ത് ഏറ്റവും ആൾക്കൂട്ടമുള്ള തറവാട്ടുകാരാണ് രണ്ട് കൂട്ടർ. ഒന്ന് റബീഅത്ത് ഗോത്രക്കാർ, ഒന്ന് മുദർ ഗോത്രക്കാർ. ഇവരുടെ രണ്ട് കൂട്ടരിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കുടുങ്ങും. എന്തിൽ? ഒരു കൊക്കയിൽ. അങ്ങനെ എത്ര കൊക്ക? എത്രയോ ഉണ്ട്.
കൊക്കെ കൊടുങ്ങ. അതായത് ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ കൊക്ക വലിക്കും. അടിയിലെന്താ? നരകം. അതാണ് ഒയ്മിൻകുമില്ല വാരിദ്വാ. നരകത്തിൻ്റെ അടുത്ത് വരാത്ത ഒരാളുണ്ടാവില്ല. നിങ്ങൾ നരകത്തിന് മുകളിലൂടെ കടന്നു പോകും. ഇത് ബാലൻസ് നോക്കല്ല. അടിയിലെന്താണ്? നരകം. ലോകാത്ത് രക്ഷിക്കട്ടെ യാ അല്ലാഹ്. അത് മാത്രം ആലോചിച്ചാൽ ഉറക്കം വരില്ല. അത് മാത്രം ആലോചിച്ചാൽ ഉറക്കം വരില്ല. അറ്റമില്ലാത്ത വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് പറയാ, സെല്ലിം സെല്ലിം പഠിച്ചോനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞവരെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതിനൊക്കെ ഓരോരുത്തരായിരിക്കും. എത്രയായിരിക്കും അത് ഓരോ? എന്നും സിറാത്ത് പാലത്തിനെ കാവലിനെ തൊടണം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഭയങ്കര, അതിനേക്കാൾ ഭയങ്കരമായ ഒന്നുമില്ല. അതാണ് ഭയങ്കരം. പറഞ്ഞു മനസ്സിലാവുക. എന്നാൽ ജമ്പത്തെ അതിൻ്റെ 2 ഭാഗങ്ങളിലുമുണ്ട്. എന്തുണ്ട്? കലാലിബു, കൊക്കകളുണ്ട്. വസ്കൻ, മുള്ളുകളുമുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി ലയൂഖദു ബിൽ കലൂബിൽ വാഹിദി. ഒറ്റ കൊക്കയിൽ പിടിക്കപ്പെടും. അക്സറ മിൻ റബീഅത വമുളറ. റബീഅത്ത് മുളർ ഗോത്രത്തിലെ ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ പിടിക്കും. ആര്? ഒരു കൊക്ക പിടിച്ചു വലിക്കും. ആ കൊക്കെ കൊടുക്കും, ഒരു കൊക്കെ കൊടുക്കും. അങ്ങനത്തെ എത്രയോ കൊക്കകളുണ്ട്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന്. സഈദ് ഇബ്നു അബീ ഹിലാലിൻ ഖാല ബലഗന അന്ന സിറാത്ത യൗമൽ ഖിയാമ. ശരിക്കോ? ശരിക്ക് ഇവിടെ ഞാൻ നോക്കണം. ഖിയാമത്ത് നാളിൽ സിറാത്ത് പാലം അല ബഅദിൻ നാസി അദഖ മിന ശഅരി. ചില ആളുകൾക്ക് അത് മുടിയേക്കാൾ നിർമ്മയായിരിക്കും. വഅല ബഅദിൻ നാസി മിസ്ലിൽ വാദിൽ വാസിയി. ചില ആളുകൾക്ക് അത് വിശാലമായ താഴ്വര പോലെയായിരിക്കും. ഓ ഓ അവിടെയാണ് കണക്ക്. ചിലർക്ക് അത് മുടിയേക്കാൾ നിർമ്മയായിരിക്കും. ചിലർക്കോ മിസ്ലൽ വാദിൽ വാസിയായി, വളരെ പ്രവിശാലമായ ഒരു മലഞ്ചെരി പോലെ ഇരിക്കും. ഒരു മലഞ്ചെരിവിലൂടെ, വിശാലമായ ഒരു മലഞ്ചെരിവിലൂടെ പന്തുളിച്ചു കൂടെ. അങ്ങനെ ഇരിക്കും ചില ആളുകൾക്ക്. ചില ആളുകൾക്കോ മുടിയേക്കാൾ നിർമ്മയിരിക്കും. പിന്നെ മുടിയേക്കാൾ നിർമ്മ എന്ന് പറയാൻ കാരണം എന്താ? ഭൂരിഭാഗം ആളുകളും പരാജിതരായിരിക്കും സിറാത്ത് പാലത്തിൽ. അതിൻ്റെ അടിയിൽ വീണു പോകും. പിന്നെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തും. പക്ഷെ വീണു പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതിലൊക്കെ എന്താണെന്ന് ആലോചിക്കുമ്പോൾ അറിയില്ല. എന്തിനാണ് ഉണ്ടാക്കിയത് അറിയില്ല. നമുക്കറിയില്ല. എൻ്റെ അങ്ങനെ ഉണ്ടാക്കാൻ കാരണം അള്ളാഹുവിൻ്റെ ഹിക്മത്ത് വലുതാണ്. നമുക്ക് വരില്ല. നമ്മളിപ്പോൾ എന്ത് ന്യായം പറഞ്ഞാലും നമ്മൾ ന്യായം പറയാൻ ന്യായങ്ങൾ ന്യായമാവില്ല. ഇപ്പോൾ ലേഖകന്മാർ നോമ്പ് കാലത്ത് ലേഖനമായിട്ടും എന്ത് അത് പാവപ്പെട്ട ഒരു പട്ടിണി അടക്കും. മുതലാളിമാർക്ക് റമദാൻ മാസമായാൽ പട്ടിണിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ആണ്. അങ്ങനെ പട്ടിണി കിടന്ന് റമദാൻ അവസാനിക്കുമ്പോൾ മുതലാളിമാർ പാവപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കിയിട്ട് എന്നാൽ ഞങ്ങൾ സക്കാത്ത് കൊടുക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് പട്ടിണി നടത്തിയത്. ഇതൊക്കെ പറയുന്ന ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. എല്ലായിക്കോട്ടെ, എന്നാൽ അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട പേരേതായാലും പട്ടിണിയാണ്. എന്നാൽ പിന്നെ ഓലെ അല്ലാഹു തആല നോമ്പൊന്നും ഒഴിവാക്കാനും. അല്ലെങ്കിൽ ഇത് പട്ടിണിയാണ്. അപ്പം അവരൊരു പൈസ ഉണ്ടെങ്കിൽ മാത്രം എന്ത് മതി പറ്റും. അങ്ങനെ നോണ്ണകൾ വെറുതെ നോണ്ണ പറയുന്നേ. വായിൽ വന്നതൊക്കെ കോതൊക്കെ പാട്ട് അതിനെ നോണ്ണാട്ട് പറയുന്നത്. അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. പട്ടിണി എടുക്കണമെന്ന ലക്ഷ്യം. എന്ത് പട്ടിണികൾ? നോമ്പിന് പോലെ പട്ടിണിയുണ്ട്. പള്ളം നിറച്ച് 4 മണി വരെ നിർത്തിയിട്ടിറങ്ങും. 5-10 വരെ. ഇതിൻ്റെ ഡൈജഷൻ നടക്കണ്ടേ? ഇത് ദഹിച്ചിട്ടേ മനുഷ്യന്മാരെ. അത് ദഹിക്കുമ്പോഴത്തേന് എന്തായി ഞാൻ പറഞ്ഞു. എന്ന് പട്ടിണി ഇല്ലാത്ത കല നോമ്പ്. അപ്പം അതൊന്നുമല്ല എൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുദ്ദേശിച്ച ഹിക്മത്തുകൾ മുഴുവനും കൂടി മനസ്സിലാക്കാൻ അടിമക്ക് കഴിയില്ല. അടിമക്കൊന്നും കഴിയില്ല. എന്താണല്ലോ ഇതൊക്കെ ദുന്യവിയായ കാര്യമാണ്. ഇസ്ലാം നോമ്പ് അതിൽ പോലും നമ്മൾ പറയുന്നത് തെറ്റല്ല. എന്ത് നമസ്കാരം എന്ത് നമുക്ക് മനസ്സിലാണ്? സുബൈക്ക് 2 റക്അത്ത്, ളുഹർ 4 റക്അത്ത്, നേരല്ലാത്ത നേരത്തെ 4 റക്അത്ത്, നേരെയുള്ളവർക്ക് 2 റക്അത്ത്. എത്തിയില്ലേ? സുബൈക്ക് എല്ലാവർക്കും നേരാണ്. ഏത് ഓഫീസ് തുറക്കണമെങ്കിൽ 9 മണിയാവും. ഏത് പീടി തുറക്കണമെങ്കിൽ 7-8 മണിയാവും.
ചിന്തിക്ക്, ഇഷ്ടംപോലെ നേരമുണ്ട്. പള്ളം നിറച്ചുറങ്ങാം. 7:45 നിശാനുഭവം കൊടുത്ത് 8:15 പരിയിലെത്താം. എന്നിട്ട് ഇവൻ 5 മണി വരെ ഇറങ്ങാം, 5:10 വരെ ഇറങ്ങാം. എന്നിട്ട് എത്ര റക്അത്ത്? 2 റക്അത്ത്. നൂറിന് നേരമില്ല. ഏതൊരു കച്ചവടക്കാരനും ജോലിക്കാരനും ആർക്കും നേരമില്ല. 4 റക്അത്ത്. അതിനേക്കാൾ വലിയ ദിവസം സുബഹിക്ക് ശേഷം നിസ്കാരമില്ല, മുമ്പ് 2 റക്അത്ത്. നൂറിനോ മുമ്പും 4, ശേഷം 12 റക്അത്ത്. ഒരു വിത്രുമല്ല, അയിമക്കളും ഉണ്ട്. ഒരു തറാവീൻ്റെ അത്ര. മുമ്പ് 4, ശേഷം 4, നൂറ് 4. ഇപ്പം എത്രയായി? 12 റക്അത്ത്. ആകെ ഉള്ളത് ലഞ്ച് ബ്രേക്ക് 1/4 മണിക്കൂർ. എന്താ അങ്ങനെ? അതങ്ങനെയാണ്. അതിലേക്ക് മറ്റെന്താ? അള്ളാഹ് അറിയുള്ളൂ, നമുക്കറിയില്ല. അതിലേക്ക് മറ്റുണ്ടാവൻ അലൈഹിസ്സല്ലാഹു ബിഹക്കിമിൽ ഹക്കീമീൻ. ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആരാണ്? അള്ളാഹ്. ഒരു തന്ത്രമുണ്ട്. അള്ളാഹിലേക്ക് മൊത്തം നമുക്കറിയില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, നമുക്ക് വരില്ല. ഈ ലോകത്തെ നമ്മളെപ്പോലത്തെ ആളുകളുടെ ഗവേഷണങ്ങൾ എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാനിനി മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ വളപ്പിൽ നിന്ന് ആ വളപ്പിൽ നിന്ന് ഈ വളപ്പും കഴിഞ്ഞ് മറ്റേ വളപ്പ് വരെ ഒരു കയറ് കെട്ടി. അപ്പുറത്തൊരാൾ വളപ്പ് മുതൽ നമ്മളെ വളപ്പിലൂടെ കടന്ന് അപ്പുറത്തൊരു വളപ്പ് വരെ ഒരു കയറ് കെട്ടി. നമ്മളെ സിറ്റ് ഔട്ടിൽ അങ്ങനെ കയറുണ്ട്. നമ്മളെ സിറ്റ് ഔട്ടിൽ അവിടുത്തെ ആളുകൾ അവർ അയലിലിടും, നമ്മളതിടും, അപ്പുറത്തിടും. അങ്ങനെ നമ്മളെ സിറ്റ് ഔട്ടിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ അതിലെന്ത് ചെയ്തു? 2-3 കാക്കകൾ വന്ന് നമ്മൾ നേരെ നമ്മളെ ഏരിയയിലുള്ള വളപ്പിൻ്റെ അവിടെ നമ്മൾ സിറ്റ് ഔട്ട് നോക്കുമ്പോൾ 2-3 കാക്കകൾ വന്നിരുന്നു. ഈ കാക്കകൾ ഇങ്ങനെ ആടുക. എന്തിൽ? ഈ കയറ്. അപ്പം നമ്മളെ ഗവേഷണം എന്താ? നമ്മൾക്ക് ഗവേഷണം ഈ കാക്കകൾ ഇരിക്കുന്നത് കൊണ്ടാണ് സത്യം അപ്പുറത്തെ പേരിൽ കുട്ടികൾ ഊഞ്ഞാലാടുകയാണ്. മനസ്സിലായില്ല? ഈ ഊഞ്ഞാലുകാരനാണ് കാക്കകൾ വരെ എന്താവുന്നത്? ഇളകുന്നത്. നമ്മൾ വിചാരിച്ചത് കാക്കകളുടെ കനം കാരണം, മനസ്സിലായില്ല, കയറിൻ്റെ ബാലൻസ് തെറ്റി. ഇതാണ് ഗവേഷകൻ്റെ, ശാസ്ത്രജ്ഞൻ്റെ ഗവേഷണം. അപ്പം എന്തായി? അപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കണമെങ്കിൽ എന്താ ചെയ്താൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ 2-3 കാക്കകൾ വന്നിരുന്നത് കാരണം പറയും കയർ ബാലൻസിൽ നിന്നില്ല എന്ന് റിപ്പോർട്ട്. ഇത് 3-ാം തീയതി ഇങ്ങനെ സംഭവിച്ചു. അതാണ് അത്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ, കുട്ടികളത് സ്കൂളിൽ പഠിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്ക വന്നിരുന്നതാണ് സംഭവം. സത്യത്തിൽ കാക്ക നിരപരാധിയാണ്. കാക്ക മര്യാദക്കൊന്നും ഇരിക്കാൻ വന്നിട്ടാണ്. പക്ഷെ എന്താ കാരണം? അപ്പുറത്തെ പേരിൽ ഊഞ്ഞാലുണ്ട്. ഇതാണ് കാരണം. ഇതിവിടെ കാണുന്നില്ല. ഇത് കാണാത്ത കാര്യത്തോളം കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? കാക്കനെയാണ്. ഗവേഷണത്തിലേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഗവേഷണമൊക്കെ. നമുക്കറിയില്ല, ഒന്നും അറിയില്ല. ഈ ലോകത്ത് എന്തുണ്ടായത്, എന്തുണ്ടാകാൻ പോണത് അറിയില്ല. പരലോകം എന്താണ്, ഈ ലോകം എന്താണ് നമുക്കറിയില്ല. എനിക്കറിയില്ല, എനിക്ക് ഒരു വിവരമില്ല. ഞാൻ പണ്ട് വിചാരിച്ചതിന് വിവരമുണ്ടെന്ന് ഇപ്പം തീരെ വിവരമില്ലെന്ന് മനസ്സിലായി. എന്തുകൊണ്ട്? ഒന്നും നമ്മൾ വിചാരിക്കും പോലെയല്ല. ഒന്നും നമ്മൾ വിചാരിക്കും പോലെയല്ല. നമ്മളങ്ങനെ വിചാരിക്കും നരകത്തിലാണ്, മറ്റൊരു നരകത്തിൻ്റെ അപ്പുറത്താണ്, നമ്മൾ 3-4 ആളുകൾ സ്വർഗത്തിലാണ്. അങ്ങനെയൊക്കെ നമ്മൾ കണക്കൂട്ടുക. അല്ലാഹു അഅലം. ഈ ലോകത്തെ എല്ലാ രഹസ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മുഅ്മിനീങ്ങളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. നമുക്കറിയില്ല. അപ്പോൾ ചില ആളുകൾക്ക് അത് മുടിയേക്കാൾ നേർമയാണ്, ചില ആളുകൾക്ക് അത് ഒരു വിശാലമായ മലഞ്ചേരി പോലെയാണ്. എന്ത്? സിറാത്തുൽ പാലം. എത്ര ആളുകൾക്ക് അതിലൂടെ അങ്ങനെ കൈ പിടിച്ചു പോകാം? എത്ര ആളുകൾക്ക് പോകാം? عبد بن سفيان العقيلي رضي الله عنه قال يجوز الناس يوم القيامة على الصراط على قدر إيمانهم وأعمالهم. സിറാത്ത് പാലം, അന്ത്യനാളിൽ സിറാത്ത് പാലം സ്ഥാപിക്കപ്പെട്ട സിറാത്ത് പാലത്തിൽ കിടക്കുക അലാ ഖദ്രി ഈമാനിഹിം വഅമാലിഹിം, അവരുടെ ഈമാന്റെയും അമലിന്റെയും അനുസരിച്ചായിരിക്കും. എത്ര ഈമാനുണ്ടോ അതിനനുസരിച്ച്, എത്ര അമലുണ്ടോ അതിനനുസരിച്ച്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സിറാത്ത് പാലം കിടക്കുക അലാ ഖദ്രി ഈമാനിഹിം വഅമാലിഹിം. നീ വേറെ രസം കേട്ടുള്ളൂ, ഈ സിറാത്ത് പാലൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്. സിറാത്തിൻ്റെ ഏരിയ ഫലസ്തീനാണ്, മഹ്ശറിൻ്റെ ഏരിയയും ഫലസ്തീനാണ്, വിചാരം മുഴുവനും അവിടെയാണ്. അർദുൽ മഹ്ശറാണ് ഫലസ്തീൻ. അതുകൊണ്ടാണ് ഫലസ്തീൻ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദന ഉള്ളത്.
അത് നമ്മൾ പൂക്കൾ കൂടിയോട് ബന്ധപ്പെട്ട സ്ഥലമാണ്. മനസ്സിലായില്ല? നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ ഇവിടെ തന്നെയാണ്, സ്വർഗം വേറെയാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? യാസർ അറഫാത്ത് മരിക്കുന്നത് വരെ പ്രസംഗിച്ചിരുന്നു, നഹ്നു മിൻ അർദിൽ മഹ്ശരി വൽ മൻശർ, ഞങ്ങൾ മഹ്ശറിന്റെ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. ഇത് 3 മതത്തിൻ്റെയും വിശ്വാസമാണ്, 3 സെമിറ്റിക് മതങ്ങളുടെയും വിശ്വാസം ഇതാണ്. ഏത് ഇസ്ലാം, പിന്നെ ക്രിസ്ത്യാനി, പിന്നെ ജൂതൻ. ഈ 3 മതക്കാരുടെ വിശ്വാസം ഈ ലോകത്തെ വിചാരണയുടെയും മറ്റുമൊക്കെ കേന്ദ്രം അവിടെയാണ്, പലസ്തീനാണ്. അതാണ് അർദുൽ മഹ്ശരി വൽ മൻശർ. മൻ അറാദ അൻ യൻദുറ ഇലാ മദീനത്തിൻ മിൻ മുദുനിൽ ജന്ന ഫൽയൻദുർ ഇലൽ ഖുദ്സ്. സ്വർഗത്തിലെ പട്ടണം ഭൂമിയിൽ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ബൈത്തുൽ മുഖദ്ദസ് പട്ടണത്തിലേക്ക് നോക്കിയാൽ മതിയാവും. മനസ്സിലായില്ല? സ്വർഗത്തിലെ പട്ടണമാണിത്. ആർക്കെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, അത് തന്നെയാണ്. ഇതൊക്കെ അവിടെയാണ്, സിറാത്ത് പാലം സ്ഥാപിക്കൽ അവിടെയാണ്. ഇത് 3 മതങ്ങൾക്കും അടിസ്ഥാന ഈ പറഞ്ഞത്. ജൂതന്മാർ എന്ത് ചെയ്യും, ജൂതന്മാർ എന്ത് ചെയ്യും എന്നാൽ ഇത് 2 മതങ്ങളുടെ വിഷയം സ്വർഗം തന്നെ അവിടെയാണെന്നാണ്. തിരിഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസവും സത്യവും മഹ്ശർ അവിടെയാണ്, എന്നാൽ സ്വർഗം അവിടെ അല്ല. സ്വർഗം അവിടെ കൊണ്ടുപോകും. സ്വർഗം ആകാശത്തിനപ്പുറത്താണ്. എന്തുകൊണ്ട്? അർദുഹസ്സമാവാത്തുൽ, അതിൻ്റെ വീതി മാത്രം ആകാശങ്ങൾ കൂട്ടി വെച്ചത്രണ്ട്. അതിലേക്ക് അടിമയെ അടുപ്പിച്ചുകൊണ്ടു അല്ലാഹു തആല. ഇപ്പൊ നല്ല ഒരു നിപുണനായ തോണിക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും? തോണി കുത്താൻ അറിയാത്തവരാണെങ്കിൽ 3/4 ഭാഗം വെള്ളം കഴിഞ്ഞിട്ട് നമ്മളോട് തോണിന്റെ കൊമ്പ് മണ്ണിലാണ് കുത്തിച്ചിട്ട് പിന്നെ ഇറങ്ങിയാർന്നോളി പറയും. നിപുണനായ ഒരു തോണി കുത്തലുകാരനെ ഏതുവരെ പോയാൽ വെള്ളത്തിൽ ചവിട്ടാതെ യാത്രക്കാരനെ കരക്കെത്തിക്കാൻ കഴിയുന്ന ഓനറിയും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? തോണി കര കാണുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങാൻ മെനക്കെടും. അപ്പോൾ വേണ്ട, ആർക്കും നേരെ മുന്നേക്കണ്ട് ഇറങ്ങാനുള്ള സൗകര്യം ഞാൻ ചെയ്തുതരാം. അപ്പോൾ അടുപ്പിച്ചു കൊടുക്കും. എന്തിനെ? ഈ തോണിയെ മണ്ണിലേക്ക് അടുപ്പിച്ചു കൊടുക്കും. വഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗത്തെ അടുപ്പിച്ചു കൊടുക്കും. അപ്പോൾ സ്വർഗാകാശത്തിന്റെ അപ്പുറത്താണ്. അവിടേക്ക് പോകാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. സംഗതി നല്ല. ഈ ലോകത്ത് ഇക്കാലം വരെ ഒരു രാജാവും തിന്നാത്ത ഭക്ഷണം കൊണ്ട് ഞാൻ ഇന്ന് നോമ്പർപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു. വരാനും കഴിയുന്നവരൊക്കെ വരി. എവിടെയാണ്? അത് ദുബായിലാണ്. നിങ്ങൾ പോകൂ. മനസ്സിലായില്ല? ഇതുവരെ ഒരു രാജാവിനും കിട്ടാത്ത ഒരു ഭക്ഷണം കൊണ്ടാണ് ഇന്ന് ഞാൻ നോമ്പർപ്പിക്കുന്നത്. പക്ഷെ എവിടെയാണുള്ളത്? ദുബായിലാണ്. 1000-2000 റുപ്യേനെ തീറ്റ നിങ്ങൾക്ക് തിന്ന, അതിന് നിങ്ങൾ 2 ലക്ഷം റുപ്യ വാങ്ങണം. അത് തന്നെ മുണിഞ്ഞാൽ മതി. ഞാനില്ല. ഇത് സ്വർഗത്തിന് അല്ലാഹു തആല അടുപ്പിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ എങ്ങനെ നമുക്കറിയില്ല, നമുക്ക് ഗവേഷണമില്ല. അതൊക്കെ നടക്കും. അള്ളാഹു അതൊക്കെ നേരിട്ട് അനുഭവിച്ച് കാണാനും അനുഭവിക്കാനും നേടാനും നമുക്ക് തൗഫീഖ് തരട്ടെ. അത്രയേ ഉള്ളൂ. ഇതൊക്കെ മഹ്ശറില്ല. സിറാത്ത് പാലം മഹ്ശർ എവിടെയാ? ഫലസ്തീന. കുട്ടി ആ സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞ റബ്ബിനോട് ഇനി പിന്നെ പുതിയ പറയുന്നത്. മുടിയേക്കാൾ നേർമയുള്ളൊരു സാധനത്തെ സൃഷ്ടിച്ച റബ്ബിന് എന്താണ്? അതിലൊക്കെ 2 ഭാഗത്തും കൊക്കകളും മുടിയെപ്പോട്ടൊരു സാധനം സൃഷ്ടിക്കുക, അതിൽ കൊക്ക ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് ആ കൊക്കയിൽ ഒരു കൊക്കയിലാണ് റബിയാത്ത് മുതൽ കബീലക്കാരെക്കാൾ കൂടുതൽ ആളുകൾ കുടുങ്ങുന്നത്. ഒരു കൊക്കയിൽ. നിരീശ്വരവാദി എന്താ വേഗം പറയാം? ഇതൊക്കെ വെറുതെ നോണ പറയാം. ഓനെ തലയിൽ കയറൂല. നമുക്ക് തലയിൽ കയറിയിട്ടല്ല, നമുക്ക് തലയിൽ കയറിയിട്ടല്ല, അള്ളാഹ് പറഞ്ഞാണ്. അപ്പൊ തലയിൽ കയറും. ഇവിടെ ലാസ്റ്റ് ഇപ്പം ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ ലാസ്റ്റ് വന്നത് നമ്മൾ ഷമീറാണ്. എന്നോട് ഇപ്പോൾ ഈ ക്ലാസ് പറയാണ്. എന്ത്? നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിയും 25 ആനയും കുറേ ബാൻഡടി പിന്നെ മദ്ദളം ബാൻഡൊക്കെ വാദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഈ റോട്ടിലൂടെ വരുന്നുണ്ട്. കൂളിമാടുന്ന് നടന്ന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട്. LDF വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. 25 ആനുണ്ട്. പിണറായി വിജയൻ മുന്നിൽ നടക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടുണ്ട്. ഭയങ്കരമാണ് എന്ന് പറഞ്ഞു. ആര്? ഇവൻ പറഞ്ഞു. നമ്മൾ വിശ്വസിക്കുമല്ലേ? വിശ്വസിക്കും. എന്തുകൊണ്ട്? നമ്മളോട് കാലം വരെ കളവ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മക്കങ്ങനെ തലയിൽ കയറണില്ല. എന്നാൽ വിശ്വസിക്കും. നമ്മൾ ചിന്ത പലവട്ടം പോകും. എന്ത്? അങ്ങനെയാണെങ്കിൽ അവരൊരു നോട്ടീസ് ഇറക്കണ്ടേ?
നോട്ടീസ് ഇന്നലെ വൈകുന്നേരം ഇന്ന് സുബൈൻ്റെ ശേഷം ഞാൻ വാട്സപ്പിൽ നോക്കിയിട്ടുണ്ട്. പാഴൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ആയിരക്കണക്കിനാണ്. എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്? ഒരു വാട്സപ്പിൽ വന്നിട്ടില്ലല്ലോ. അതേ സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഷമീർ നമ്മളോട് കളവക്കാലം വരെ പറ്റില്ല. ഈ പറയുന്ന ഒരു കാര്യം നമ്മുടെ തലയിൽ കയറുക എന്നുള്ളത് ആര് പറഞ്ഞുകൊണ്ടാണ്? അള്ളാഹു റസൂൽ പറഞ്ഞു. അവർ കളവ് പറയില്ല. അപ്പൊ വിശ്വസിക്കുന്ന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അതൊക്കെ നിർബന്ധമാണ്. ഇജിപ്പോൾ ചോദിക്കണം അത് ഫലസ്തീന് കൊള്ളുവന്നു. അത് ഞാൻ എൻ്റെ സ്ഥലം ചോദിച്ചാൽ അത് കൊള്ളുവന്നു. അതൊക്കെ കൊള്ളിക്കാൻ ആർക്ക് കഴിയും? അല്ലാഹ്. നക്ഷത്രത്തിന് എത്ര കോപ്പുണ്ടാവും? എത്ര ഉണ്ടാവണം? ഓരോ ഗാലക്സിയിലും എത്ര നക്ഷത്ര? കോടിക്കണക്കിന് നക്ഷത്രം. നക്ഷത്രങ്ങൾക്ക് അത്ര കോപ്പം ഉണ്ടാവും. ആനിയത്തുഹു അദദുൻ നുജൂമി മുസ്തഫ നബി പറഞ്ഞു. എന്തേ നമുക്കറിയില്ല, നമുക്കതിനെ പറ്റുന്ന അറിയാം. അല്ലാഹു അഅലം. നമുക്കിപ്പോൾ എത്രയേ ഉള്ളൂ. എന്ത് അതിലൊരു കോപ്പി നമുക്ക് കിട്ടണം. ഞാനും വിശ്വസിച്ചു. ആമൻതു ബിഹി അന വ അബൂബക്കർ. ഞാനും അബൂബക്കറും ഉമറും വിശ്വസിച്ചു. നീ സൗകര്യമുള്ള വിശ്വസിച്ചു. അതിനപ്പുറമൊന്നും പറയാൻ കഴിയൂല എന്ന് പറഞ്ഞ എത്ര സംഭവങ്ങളുണ്ട്. ചിലത് റസൂല പറയുമ്പോൾ ചില ആളുകൾക്ക് ബാക്കിലിരുന്ന് ചിരിക്കും. മുനാഫിക്കുകൾ വെറുതെ വിടുകയാണ്. വർത്താന മുനാഫിക്കുകൾ ബാക്കിൽ എത്ര സംഭവം. ഒരു പശുവിൻ്റെ നിലമുഴുത് പശുവിനെയും കൊണ്ട് തിരിച്ചു പോകുമ്പോൾ രാത്രി ആയപ്പോൾ ഈ മനുഷ്യൻ ഈ പശുവിൻ്റെ മുകളിലേക്ക് കയറി. കാരണം ഈ മനുഷ്യൻ നടക്കാൻ വയ്യ, കണ്ണും കാണില്ല, പശു നടക്കുന്നുണ്ട്. ഫഖാലത്തിൽ ബഖറത്തു, അപ്പോൾ പശു പറഞ്ഞു. ബുഖാരി മുസ്ലിമിന്റെ ഹദീസ്. യാ ഹാദാ ഇന്നാ ലം നുഖ്ലഖ് ലിഹാദാ വഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർദി. അല്ലോ മനുഷ്യ, ഇപ്പം എന്ത് വിചാരിച്ചു എൻ്റെ മെനക്കെന്ന്? ഇതിനു വേണ്ടി ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. മനുഷ്യന്മാരെ പുറത്തേറ്റം പഠിച്ചോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. വഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർദി. നിലം ഉഴുതാൻ സഹായിക്കാനേ അള്ളാഹ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പാല് തരിക, കഴുത്തിൽ നുഖം വെച്ചിട്ട് നിലം ഉഴുതാൻ വേണ്ടി നിങ്ങൾ വരുമ്പോൾ കഴുത്ത് സൗകര്യപ്പെടുത്തി തരിക. അതിനെ പഠിച്ചോ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞ പണി ചെയ്തുവരെ എന്നെ കൊണ്ട് എടുപ്പിച്ചു. ഞാൻ എടുത്തു ചെയ്ത് എനിക്ക് വിഷയമല്ല. എൻ്റെ റബ്ബ് പറഞ്ഞാണ് നോമ്പ് വെച്ചാൽ അവൻ്റെ നിലം ഉഴുതാൻ സൗകര്യം ചെയ്ത് കൊടുക്കണം. ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇച്ച് പുറത്ത് അതിന് പഠിച്ചോ ഞങ്ങൾ പഠിച്ചില്ലല്ലോ. അപ്പോൾ അയാളെ ഇന്നിറങ്ങി ബക്രത്തും പശുവരെ വർത്താനം പറയൽ തുടങ്ങിയെന്ന് അയാൾ പറയും ചെയ്തു. അപ്പൊ ബാക്കിലുള്ളവരും പറഞ്ഞു ബക്രത്തും തെത്തക്കല്ലും പശു വർത്താനം പറഞ്ഞു. എന്താ ഈ പറഞ്ഞത്? ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു ആമൻതു, അതാ ഞാൻ ജിബ്രീൽ പറഞ്ഞതാ. ആമൻതു ബി അന, ഞാൻ വിശ്വസിച്ചു. അബൂബക്കർ വിശ്വസിച്ചു. ഉമർ വമാ ഹുമാ സമ്മ, ആ രണ്ടാളും ആസാസിലില്ല. എന്താ വർത്താനം? ബുഖാരി. ആ രണ്ടാളും ആ സദസ്സിൽ ഇല്ല. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം പറയാം. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം. രണ്ടാളും കേട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒമാ ഉമാ സമ്മ, ആ രണ്ടാളും സസില്ല. സസിലുള്ള ഒരാൾ പേരോട് പറഞ്ഞതും ഇല്ല. അതിൻ്റെ അർത്ഥം നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അങ്ങാടിയിലുണ്ടാവും, ഒന്ന് പോയി പറഞ്ഞോളാണ്. അൽഹംദുലില്ലാഹ് പഠിച്ചവനെ എന്നറിയാം. നിങ്ങൾക്ക് ഇടപെട്ടുള്ളൂ, ആർക്കില്ല. അബൂബക്കറിനോട് ഇല്ല. അബൂബക്കറിനോട് കാര്യം വരെ ഞാനിത് പറഞ്ഞിട്ടും ഇല്ല. നിങ്ങൾ ആരും പറഞ്ഞാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, അക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിൽ കലിമ, ഈ വാക്ക് നബി പറഞ്ഞിരുന്നോ? പറഞ്ഞോ? ഉറപ്പിച്ചോ? പറഞ്ഞോ? നേരാണ് നബി പറഞ്ഞോ? നേരാണ്. എന്തുകൊണ്ട്? നബി നമ്മളോട് നേരല്ലാത്തൊരു കാര്യം പറയാനല്ല. അതാണ് ഈമാൻ. അപ്പൊ ഫലസ്തീൻ ഇതെങ്ങനെയാണ്? അങ്ങനെയാണ്. മഷ്റിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ അത് ഫലസ്തീനാണ്. ഫലസ്തീനിലൊരു പാറുണ്ട്. ആ പാറയുമായി ബന്ധമില്ലാത്ത ഒരു സൃഷ്ടി ലോകത്തില്ല. ഫലസ്തീൻ ഭൂമികളൊക്കെ എനിക്ക് ഞാൻ പാറ കാണും. അത് ഭയങ്കര ആ പാറയോടുള്ളൊരു ഇഷ്ടം പറഞ്ഞാൽ തീരില്ല. ഭയങ്കര ഒരു പാറുണ്ട്. ആ പാറയുടെ മേലെയാണ് കുബ്ബ കെട്ടിയത്. മനസ്സിലായില്ല? ഗോൾഡൻ ഡോം. മനസ്സിലായില്ലേ? അതാണ് കുബ്ബത്തു സഹ്റ, ഡോം ഓഫ് ദി റോക്ക്. മനസ്സിലായില്ലേ പറഞ്ഞത്? പാറന്റെ മുകളിൽ ഒരു കുബ്ബ ഇട്ടിട്ടുണ്ട്. അടിയിൽ പാറയാണ്. ഒരു പണിയില്ല. ആ പാറ അങ്ങനെ കിടക്കുകയാണ്. ആ പാറന്റെ മുകളിലേക്ക് പിന്നെ ആളെ കയറ്റില്ല, ബാരിക്കേഡ് കെട്ടിയിട്ട്. പക്ഷെ ആ പാറയോട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഈ ലോകത്തില്ല.
അതെന്താ അറിയില്ല. ആ പാറ സ്വർഗത്തിനുള്ളതാണ്. അജലസത്തരേ ഉള്ളൂ. ആ പാറ ഒരു സംഭവം. ഈ പാറ സ്വർഗത്തിനുള്ളതാണ്. ഏതുപോലെ പറയേ അജലസ സ്വർഗത്തിനുള്ളതാണ്. ഈ പാറ സ്വർഗത്തിനുള്ളതാണ്. ഈ പാറയുടെ മുകളിൽ ആദ്യം അല്ലാഹുവിന്റെ ഇബാദത്ത് ആദം നബിയാണ്. എത്രയോ കാലം അവിടെ ടെന്റ് കെട്ടി പാർത്തിട്ടുണ്ട് ആദം നബി അലൈഹി സ്വലാം. എല്ലാ നബിമാരും അവിടെ വഹി ചെയ്തിട്ടുണ്ട്. അവിടെ വഹീന് വേണ്ടി കത്തിരുന്നിട്ടുണ്ട്. പറഞ്ഞ മുകളിൽ അമ്പിയാക്കൾക്കൊക്കെ വഹി ഇറങ്ങിയിട്ടുണ്ട്. മക്കയിൽ സംസം വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറവ പൊട്ടിച്ചു കൊടുത്തതുപോലെ ഈ പാറയിൽ അല്ലാഹു തആല ഉറവ പൊട്ടിച്ചിട്ടുണ്ട്. അതിനാണ് ജയ്ഹൂൻ നദി ഉണ്ടായത്. ആ ജയ്ഹൂൻ നദി പിന്നെ വറ്റി. എന്ത് കാരണം? ഇസ്രായേലികളുടെ അക്രമം കാരണം. സംസം വെള്ളം വറ്റി മക്കാരുടെ അക്രമം കാരണം. പക്ഷെ അത് പിന്നെ തിരിച്ചെടുക്കുന്ന ഒരു ആൺകുട്ടി മക്കയിലുണ്ടായി, മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു ആൺകുട്ടി അവിടെ ഉണ്ടായില്ല. പിന്നെ മനസ്സിലായില്ലേ? സത്യം തന്നെ. അതിന് വെള്ളം ഇങ്ങനെ ഒലിക്കും താഴ്വരയത്. അതാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ഇതിന്റെ പരിസരത്തൊരു വല്ലാത്ത ലോകം. ആളുകൾ വന്ന് ഇങ്ങനെ കരയിൽ ഇബാദത്ത് ചെയ്യും. കാരണം ജയ്ഹൂൻ നദിയുടെ കരയിൽ ഇബാദത്ത് ചെയ്യൽ അക്കാലത്ത് മഅറൂഫാണ്. അവിടെ എങ്ങനെ ഇരിക്കും ആളുകൾ. ജയ്ഹൂൻ നദി ഇവിടുന്ന് ഈ പറയുന്ന കുട്ട ഒന്നുമില്ല, ഒക്കെ പോയി. വിശാലമായ ചർച്ചകളാണ് അതൊക്കെ. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകം എഴുതി കഴിഞ്ഞു. എൻ്റെ പണി നടന്നുകൊണ്ട് മറ്റേ വർക്ക് നടക്കണം. മറ്റേ എന്താ പറയുക, പ്രിൻറ്റിങ് വർക്ക്. ഏപ്രിൽ 10 ഇൻഷാ അല്ലാഹ്. അതിലിങ്ങനത്തെ ചില രഹസ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മരുഭൂമിയിലെ പുഴയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ, രഹസ്യമായ ചരിത്രങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എല്ലാവരും വായിക്കണം. ഭൂമിയിലെ 800 കോടി മനുഷ്യർക്കും അറിയാത്തൊരു രഹസ്യം പറയണം. ആ പുസ്തകം അതിൽ തൗഫീഖാണ്. ഈ ഭൂമിയിലെ 800 കോടി ആളുകളിൽ ഭൂരിപക്ഷത്തിനും അറിയാത്തൊരു രഹസ്യം ആ പുസ്തകത്തിലൂടെ പുറത്തു വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതാണ് തൗഫീഖ് കൊണ്ട് പറയാൻ. അപ്പോൾ അവിടെ മഹ്ശറ അതാണ്. നിങ്ങൾ ബേജാറാവുണ്ട്. ഇതൊക്കെ പോയി കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 4 മലയാ. ആ 4 മലയാ. ആ 4 മലയിൽപ്പെട്ട ഒരു മലയുടെ മുകളിലാണ് പരിശുദ്ധ ഖുദ്സ് നിൽക്കുന്നത്. അതിലാണ് ആ പാറ ഉള്ളത്. ആ പാറയുടെ ചുവട്ടിൽ പോയി നിസ്കരിക്കണം. ആ പാറയുടെ ചുവട്ടിൽ നിന്ന് എത്രയോ ആളുകൾക്ക് ഫത്വ കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം ഗസാലി. ആ പാറയുടെ ചുവട്ടിലെ മുസ്തഫ നബി അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ച്. എത്ര അമ്പിയാക്കൾ? 1,24,000. പാറ ഈ മുറിൻ്റെ അത്രയില്ല, പാറിൻ്റെ ചുവട്ടിൽ. മനസ്സിലായില്ല? പാറയുടെ ചുവട്ടിൽ എത്ര സ്ഥലമില്ല? ഈ മുറിൻ്റെ അത്ര ഇല്ല, ഈ മുറിൻ്റെ അത്ര ഇല്ല. ആ പാറയുടെ അടിയിലിറങ്ങിയിട്ട് നിസ്കരിക്കും. അതോ മക്കാനുൽ ഇജാബത്താണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ഞാനവിടെ പല കാര്യം അല്ലാഹുവോട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ആ പാറയുടെ അടിയിലൊരു ഭാഗമുണ്ട്. ഈ മുറിയുടെ അത്ര ഇല്ല. മനുഷ്യന്മാരിങ്ങനെ ടൈറ്റായി നിസ്കരിക്കും. അതെന്തേ? بالنبي المصطفى أما للأنبياء وقدمتك جميع الأنبياء بها ورسل تقديم مخدوم على خدمي. അമ്പിയാക്കളെല്ലാം അങ്ങേ മുന്തിച്ചു നിർത്തി എന്ന് പറഞ്ഞത് അതവിടെയാണ്. വഖദ്ദമതക ജമീഉൽ അംബിയാഇ അതവിടെയാണ്. ആ പാറന്റെ ചൂട്ടി എത്ര ആളുകളല്ല ഒരുമിച്ച് കൂട്ടി? 1,24,000. അവർക്ക് ഇമാമായി അല്ലാഹു ഹബീബ് നിസ്കരിച്ചു. ആ ഇമാമത്ത് എന്ന സ്ഥലം ഇപ്പോൾ അവിടെ ഉണ്ട്. അവിടെ കിട്ടാൻ വേണ്ടി മത്സരിക്കും. അല്ലാഹു തആല അതൊക്കെ പോയി കാണാൻ തൗഫീഖ് തരട്ടെ. ഇപ്പം ഇത് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പണ്ടൊക്കെ പ്രയാസം. അപ്പം എന്താ ഇപ്പോൾ 1,00,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ പോയി തരാം. 1,00,000 1,400,000 ഉണ്ടെങ്കിൽ പോയി തരാം. എനിക്കതിൻ്റെ കണക്ക് ഇപ്പോൾ കൃത്യമായി അറിയില്ല. ഏതായാലും 1,00,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ പോയി തരാം. ഇന്നിപ്പോൾ 4 ആൾ ഹോട്ടൽ കയറി ചിലവാണ് പൈസയാണ്. എന്ത് 1,00,000? അതൊക്കെ ഒരു പൈസയാണ്. പണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പം അതൊക്കെ പോയി കാണണം. അതൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കും. ഒരുപാട് നബിമാരെ കാണാം. ഇല്ല അതൊന്നും ഉണ്ടാവാറില്ല. യാത്രക്കാരെയൊക്കെ ഇപ്പോൾ ഇൻ്റർനാഷണൽ മര്യാദയല്ലേ, യാത്രക്കാരെ ഒരാളൊന്നും ചെയ്യാൻ പാടില്ല. വേൾഡ് പാസഞ്ചേഴ്സിനെ ടൂറിസ്റ്റ് അവരൊന്നും ചെയ്യാൻ പാടില്ല. ഇൻ്റർനാഷണലാണ്. ഈ പറയുന്ന പ്രശ്നം ഗസയിലാണ്. ഗസ എന്ന് പറഞ്ഞാൽ ജെറൂസലേമിൽ നിന്ന് 500 ചില കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് പ്രശ്നമേ ഉണ്ടാവില്ല. പ്രശ്നം അവിടെ ഉണ്ടാവും. അവിടെയാണ് പ്രശ്നം. ഇവിടെ അല്ല. ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടാവും. എന്നാൽ യാത്രക്കാരൊക്കെ അവരെ നമ്മൾ ചോദിക്കും,
ഇസ്രായേലിൻ്റെ പിന്നെ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയും പാസ്പോർട്ടും അവരെ പാസ്പോർട്ട് വാങ്ങാം. കാരണം അതിർത്തിയൊന്നും പലസ്തീനില്ല, മൊത്തം അതിർത്തി ഇസ്രായേലിൻ്റെ കയ്യില്ല. എന്തിനാ മൂന്ന് ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പാത്തെടുക്കാൻ എത്ര ദിവസം നിൽക്കും? 2 ദിവസം. എൻ്റെ കുടുംബക്കാരുണ്ടോ ഇവിടെ? ഇല്ല. അറിയുന്നവരുണ്ടോ? ഇല്ല. പറഞ്ഞേക്കും 2 ദിവസം. ഏത് ഹോട്ടലാണ് പാർക്കുക? ഇതാണ് ഹോട്ടൽ. ഞാൻ അവിടെ കിടക്കുമ്പോഴത്തേനും അവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സിൽ ഒരു കൊടുക്കും. അതൊക്കെ പരിശോധിക്കാൻ അവർക്ക് വകുപ്പുകളുണ്ട്. ഇത് ഇന്റർനാഷണൽ മര്യാദയുടെ ഭാഗമാണ്. ഒരു പാകിസ്ഥാനിക്ക് നമ്മൾ വിസ കൊടുത്താൽ അയാൾ തിരിച്ചു പോകുന്നവരെ നമ്മളെ പോലീസ് അയാളെ സംരക്ഷിക്കുമല്ലോ. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. പക്ഷേ ശത്രു രാജ്യമാണെങ്കിൽ പോലും അവിടുത്തെ ഒരു പാസഞ്ചർ ഇവിടെ വന്നാൽ ഒരു മര്യാദ ആണല്ലോ. അതേപോലെ തന്നെ ഇന്ത്യക്കാരനായ പാസഞ്ചർ പാകിസ്ഥാനിൽ പോയി, പാകിസ്ഥാൻ സംരക്ഷിക്കണം. ഇന്റർനാഷണൽ മര്യാദയുടെ ഭാഗമാണ്. അതൊന്നും ഉണ്ടാവില്ല, ഒന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനർത്ഥം ജൂതന്മാർ നല്ലവരാണെന്നൊന്നും അല്ല. ഇവർ ജൂതന്മാരുമല്ല, ഇവർ സിയോണിസ്റ്റുകളാണ്. വേറെ വയലുമാണ്. ജൂതന്മാരൊക്കെ നല്ലവരാ. ഇവർ ജൂതന്മാരല്ല, ഇവരാരാ? സിയോണിസ്റ്റുകളാണ്. ജൂതന്മാർ എന്നെ വെച്ചല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫലസ്തീന് മോചനം കൊടുക്കണമെന്ന് പറയുന്ന ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ ജൂതന്മാർ. ഒരാൾ ആത്മഹത്യ ചെയ്തല്ലോ കഴിഞ്ഞ മാസം, ഓർമ്മല്ലേ? ജൂതന്മാർ ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉള്ള നാടാണ് ഇത് അമേരിക്ക. ഇവരൊക്കെ അങ്ങനെ ഇരിക്കും. ഒരു മുസ്ലിം അല്ലല്ലോ, ഒരു മുസ്ലിം അല്ല. എന്ത് ജൂതന്മാരാണ്? ഓർത്തഡോക്സ് ജൂതന്മാർ. അതല്ല ഇത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ജൂതന്മാരല്ല. അവരാരാ? ഇസ്രായേലി ഭരണാധികാരികൾ ജൂതന്മാരല്ല. അവരാരാ? സിയോണിസ്റ്റുകൾ. ആരാ സിയോണിസത്തിന്റെ പിതാവ്? തിയഡോർ ഹെർട്സൽ. എവിടുത്തുകാരൻ? ഹംഗറിക്കാരൻ. അയാളെങ്ങനെ ഇവിടുത്തെ രാഷ്ട്രപിതാവാവുക? അയാൾ 1906 മരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഉണ്ടാക്കിയത് 1948 മെയ് 14. ഹഡ്സൽ മരിച്ചതെന്ന, സിയോണിസത്തിന്റെ പിതാവായ ഹഡ്സൽ മരിച്ചതെന്ന, തിയഡോർ ഹഡ്സൽ മരിക്കുന്നത് 1906. ഇവർ സിയോണിസ്റ്റുകളാണ്. സിയോണിസ്റ്റുകൾ യൂറോപ്യന്മാരാണ്. ഇവർ ജൂതന്മാരാണെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു തീർന്നു. ജൂതന്മാർ സെമിറ്റിക്കുകളല്ലേ? ഇവർ സെമിറ്റിക്കുകളല്ലല്ലോ. വേറെ വിഷയം മാറിപ്പോവും. വിഷയം മാറിയ പിന്നെ അങ്ങനെ പോയി പോവും. അപ്പൊ എന്താ? നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. ഫലസ്തീനിലാണ് അള്ളാഹു ഇതൊക്കെ സംവിധാനിക്കുക, അറിയില്ല. മഹ്ശറിന്റെ മനുഷ്യൻ ജൂതന്മാരെന്തെയും ഈ ലോകത്ത് എവിടെ ജൂതന്മാർ മരിച്ചാലും ഫലസ്തീനിൽ കൊണ്ട് മറിയും. എന്തേ? ഒരു ഖബറിന്റെ സ്ഥലത്തിന് $1,00,000 $1 ലക്ഷം കൊടുക്കും. അവിടെ മറിയും. എന്തുകൊണ്ട്? ഖബറിന് നേരെ സ്വർഗത്തിൽ കണിക്കുക. അവരെ വീക്ഷണം തന്നെ എന്താണ്? അതാണ് എന്ത്? പ്രോമിസ് ലാൻഡ്. അതാണ് പാരഡൈസ്. മനസ്സിലായില്ല? അവർക്ക് അതാണ് എന്ത്? സ്വർഗം. ജന്നത്തു ആദിൻ, ഏദൻ തോട്ടം. ഏതാണ്? ഫലസ്തീൻ. നമുക്കത് ഏദൻ തോട്ടല്ല, പിന്നെന്താണ്? മഹ്ശറാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. നമുക്കത് മഹ്ശറാണ്, അവർക്കത് സ്വർഗാണ്. ഈ ലോകത്ത് എവിടെ ഒരു ജൂതൻ മരിച്ചാലും പരമാവധി ജൂതന്മാരെ അവിടെ കൊണ്ട് പറയും. ഒരു ഖബറിന്റെ സ്ഥലം, ഒരു പെട്ടി എത്ര ഉണ്ടാവുള്ളൂ? പെട്ടി. അതിന്റെ സ്ഥലത്തിന് $1-2 ലക്ഷം കൊടുക്കും. മനസ്സിലായില്ലേ? പറഞ്ഞു 3 കൂട്ടരുടെ ഖബർ തൊട്ടെടുത്ത ഈ 3 കൂട്ടർക്കും ഇതാണ്. 2 കൂട്ടർക്ക് അത് മഹ്ശറിയാണ്, സ്വർഗമാണ്. 1 കൂട്ടർക്ക് അത് മഹ്ശറാണ്. മുസ്ലിങ്ങൾക്ക് 3 ഖബർസ്ഥാനം ഒറ്റ കെട്ടിനുള്ളിലാണ്. ഒറ്റ പള്ളിപ്പറമ്പിൽ 3 കൂട്ടർ മറവ് ചെയ്തു. ഈ ഭാഗത്ത് ജൂതൻ, അതിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യാനി, അതിൻ്റെ അപ്പുറത്ത് മുസ്ലിം. മനസ്സിലായില്ലേ? സൈത്തുൻ മലയോട് ചേർന്ന് ജൂതന്മാർ, അതിൻ്റെ താഴ്വരയിൽ ക്രിസ്ത്യാനികൾ. മോരിയ മലയുടെ സൈഡിൽ, മോരിയ മലയുടെ മുകളിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ കെട്ടിടമുള്ളത്, പള്ളിയുള്ളത്. അതിൻ്റെ സൈഡിൽ മുസ്ലിമീങ്ങളും. ഒറ്റ പള്ളിപ്പറമ്പ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പറയാൻ കാരണം എന്താ? മഹ്ശറാണ്. അതാണ് മഹ്ശർ. അല്ലാ ഖദ്രീമാനിഹിം വഅമാലിഹിം. അവരുടെ ഈമാന്റെയും അമലിന്റെയും ഖദർ അനുസരിച്ചാണ് സിറാത്ത് പാലത്തിൽ വിട്ടുകിടക്കുക. ഫയജൂസു റജുലു, ഒരാൾ വിട്ടുകിടക്കും കത്തുർഫി, കൺദൃഷ്ടിയെ പോലെ. ദൃഷ്ടി പറക്കുന്ന പറക്കൽ. ഒരു സെക്കൻഡ് വേണ്ടല്ലോ. ഒരു കൺദൃഷ്ടിയുടെ പ്രകാശം ആകാശത്തെത്താൻ 1 സെക്കൻഡ് ഉണ്ട്. ആ വേഗതയിൽ വിട്ടിടക്കണവരും ഉണ്ട്. കൺദൃഷ്ടി പോകുന്ന വേഗത അത് പ്രകാശ വേഗതയാണ്. ചിലപ്പോൾ അതിനേക്കാൾ വലുതാണ്. പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. അതിനേക്കാളും വേഗതയിലാണ് എന്ത്? ദൃഷ്ടി. ആ ദൃഷ്ടിയുടെ വേഗതയിൽ പറക്കുന്നവരും
ആ ഉണ്ട്. സിറാത്ത് പാലത്തിലൂടെ സിറാത്ത് പാലം. അള്ളാഹുത്തല കൂടുതൽ നമ്മളെ പെടുത്തട്ടെ. ഒരു ബേജാറില്ല. എന്താണെന്നോട് പറയുന്നത് ആന്നെ ചോദിക്കണേക്കാൾ റായത്തിൽ ചോദിക്കുക, അതാണോട് ചോദിക്കുക. നമ്മളിപ്പോൾ ഏതായാലും അവർക്കൊന്നും എത്തൂല നമുക്കറിയാം. എന്നാലും ചോദിക്കാമല്ലോ. എന്ത് റബ്ബിച്ച് കൊണ്ട് റബ്ബിന് തരാൻ കഴിയുമല്ലോ. അള്ളാഹ് നമുക്ക് തരട്ടെ. ചില ആളുകൾ എയ്യപ്പെടുന്ന അമ്പിന്റെ വേഗതയിൽ അമ്പാണ് എഴുതാൽ ഒരു കരുത്തനായ വ്യക്തി അമ്പാണ് എഴുതാൽ ആ വേഗതയിൽ പറക്കുന്നവരും ഉണ്ട്. പിന്നെയോ അതിശ്രീക്കം പറക്കുന്നവർ പറവയെ പോലെ പറക്കുന്നവരുമുണ്ട്. ഫറസിൽ ജവാദി അതിനിപുണമായി ഓടുന്നവർ കുതിരയെ പോലെ പറക്കുന്നവരുമുണ്ട്. ചില ആളുകൾ ചാടിപ്പോകുന്നവരുണ്ട്. മഷിയൻ ചില നടന്നു പോണവരുണ്ട്. നേരം പോകും. മുട്ടിട്ട് അഞ്ഞു പോണവരുണ്ട്. അവനാണ് ലാസ്റ്റ്. മുട്ടിട്ടഴിഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് അവനപ്പുറം കിടക്കും. അങ്ങനെയുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് സിറാത്ത് പാലത്ത്? എങ്ങനെയുണ്ട്? പലതുണ്ട്. മുട്ടിട്ടഴിഞ്ഞു പോയി താഴത്തേക്ക് ചാടിയില്ല. അങ്ങനെയുണ്ട്. പക്ഷെ ഭയങ്കര സമയമെടുക്കും. ഒരഭിപ്രായം 3000 കൊല്ലാണ്, ഒരഭിപ്രായം 500 കൊല്ലാണ്. അതിനേക്കാൾ താഴെ അഭിപ്രായം കണ്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം 500 കൊല്ലം. 500 കൊല്ലാണ് സിറാത്ത് പാലം കിടക്കേണ്ടത്. അത് നമ്മൾ കാക്കട്ടെ. അങ്ങനെ നന്ദി മേനക്കെട്ടിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ചാടിപ്പോകും. ഏതായാലും നീ കള്ളോടിയോ മറ്റോ ഇവിടെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ വിചാരിക്കണ്ട. ചാടൂല, പേടിക്കണ്ട. അങ്ങനെയാണ്. ഉണ്ടാവുന്നവർക്ക് ഇതുപോലെ അതെന്നെ എൻ്റെ കതിറാണ്. ഞാൻ ഇവന് ഇങ്ങനെ നമ്മളൊക്കെ മുറി കുത്തിരിക്കാം. എനിക്ക് ചൂടില്ല, ഞങ്ങൾക്ക് ഇവിടെ ചൂടാണ്. മറ്റേക്ക് ചൂടുമില്ല, തണുപ്പില്ല. ഒരാൾക്കോ ചൂട് കൂടിയതുകൊണ്ട് കോട്ടിട്ടതാണ്, തണുപ്പ് കൂടിയോണ്ട് അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് ഇരിക്കാനും വയ്യ, അങ്ങനെ ചൂടാവും. അങ്ങനെ ഉണ്ടാവും. ഒരു മുറിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത അനുഭവം. ഓരോരുത്തർക്ക് ഒരു ഫിസിക്കലായ സ്ട്രക്ചർ അനുസരിച്ച് ഇവിടുത്തെ അനുഭവപ്പെടുന്നെങ്കിൽ സ്പിരിച്വലായ സ്ട്രക്ചർ അനുസരിച്ച് അവിടെ അനുഭവപ്പെടും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ പോലെ ഇവിടെ ഹദീസ് പറഞ്ഞത് എന്ത്? ഒരാൾക്കത് മുടി പോലെയാണ്, ഒരാൾക്കത് വിശാലമായ താഴ്വര പോലെയാണ്. ചൂടനുഭവപ്പെടുന്നുണ്ടാവും, ചൂടനുഭവപ്പെടാത്തവരുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ.